എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ സീഡ്ലെസ് ലെമന്റെ തൈയുടെ അടുത്താണ്. ഇതിപ്പോ 1.5 വർഷമായിട്ടുള്ളൂ ഈ തൈ നട്ടിട്ട്. വെച്ചാൽ നമ്മ കമ്പ് മുറിച്ച് നട്ട ഒരു തൈയാണ്. ഇതുമേൽ ഇപ്പൊ നാരങ്ങയൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ചെറിയ വിളവെടുപ്പാണ്. അപ്പൊ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞാല് നല്ലൊരു നാരങ്ങയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു നാരങ്ങയാണ്. കൊലകളായിട്ട് കായ്ക്കണ നാരങ്ങയാണ് സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമുക്കിതിന് കയ്പ് ഉണ്ടാവൂല. ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കണ്ട ഇതേപോലെ കൊലകളൊക്കെ ആയിട്ട് കായ്ക്കണേന് ഭയങ്കര ടേസ്റ്റിയാണ് ഇതിന്റെ ജ്യൂസിന്. നമുക്ക് ഇപ്പൊ തൈ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കമ്പ് മുറിച്ചിട്ട് നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാം. നമുക്ക് ചെറുതിലേ തന്നെ കായ്ക്കും. ഇഷ്ടം പോലെ നാരങ്ങ കായ്ക്കണതാണ് ഈ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. വലിപ്പമുള്ള നല്ല നാരങ്ങ ആയിരിക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ സാധാരണ ചെറുനാരങ്ങയൊക്കെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് കഴിക്കും. തോടെപ്പാട് ഇത് തോടെപ്പാടെ തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റിയതാണ്. കണ്ട ഇതേപോലെ നല്ല വലിപ്പമുള്ള നാരങ്ങകളായിരിക്കുള്ളൂ. പിന്നെ കൊലകൾ ഇതിലെണ്ണം കൂടുതലായിരിക്കുള്ളൂ നിറച്ച്. ഇപ്പൊ ഇത് ഈ കമ്പുമ്മലൊക്കെ കണ്ട ഇതേപോലെ നിറച്ച് നാരങ്ങ കായ്ക്കും. കണ്ട കാണാൻ നല്ല ഭംഗിയാണ് ഈ നാരങ്ങ കാണാൻ തന്നെ. ഇതൊക്കെ ഇപ്പൊ പഴുത്തെടുക്കണ നാരങ്ങകളാണ്. നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും നല്ലതാണ് ഈ നാരങ്ങ. നമുക്ക് അച്ചാർ ഉണ്ടാക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, ഉപ്പിലിടാം, അതിനൊക്കെ പറ്റിയ നാരങ്ങയാണ്. പിന്നെ ഇനി സീസണൊന്നുമില്ല, നമുക്ക് എപ്പോഴും ഇങ്ങനെ കായും. കണ്ട ഇതിപ്പോ ചെറിയ കായകളാണ്, കണ്ട ഇടത്തരം കായകൾ. അപ്പൊ ഇതുമല് എപ്പോഴും ഇങ്ങനെ കായും. നമുക്ക് കായ്ച്ചു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും തന്നെ നാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കൊരു ചെറിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിലോ അല്ലെങ്കിൽ താഴെ സ്ഥലമുള്ളവർക്ക് താഴെയൊക്കെ നടാൻ പറ്റിയതാണ് ട്ടാ ഈ സീഡ്ലെസ് ലെമൺ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. കാരണം നമുക്ക് ഈ ഒരു തൈ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ചെറുനാരങ്ങ മേടിക്കേണ്ടി വരൂല. അതേപോലുള്ളൊരു ഗുണമുള്ളൊരു നാരകത്തിന്റെ തൈയാണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു തൈ തന്നെയാണ് ഈ സീഡ്ലെസ് ലെമൺ. അപ്പൊ നമുക്ക് സീഡ്ലെസ് ലെമൺ വിളവെടുക്കാം. കണ്ട ഇതൊക്കെ നല്ല പഴുത്തെടുക്കണേണ്. കണ്ട കാണാൻ ഭയങ്കര വെയിറ്റ് ആണ് സീഡ്ലെസ് ലെമണ്. അപ്പൊ നമുക്ക് കണ്ട ഇതെല്ലാം തന്നെ പഴുത്തെടുക്കണേണ്. അപ്പൊ നമുക്കത് വിളവെടുക്കാം. കണ്ട ഇതും നമുക്ക് അത്യാവശ്യം നല്ല മൂത്ത് നല്ലൊരു ഷേപ്പാണ് ഈ നാരങ്ങ. കണ്ട നല്ല നീളത്തിലെല്ലാം കാണാൻ നല്ല ഭംഗിയാണിത്. പിന്നെ നമുക്ക് ഇതിന് വർഷത്തിലൊരു 3 പ്രാവശ്യം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കണം. നമുക്ക് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വർഷത്തിൽ 3 പ്രാവശ്യം ഇട്ട് കൊടുക്കാം. പിന്നെ 2 പ്രാവശ്യം നമുക്ക് കുമ്മായി ഇട്ട് കൊടുക്കണം. അപ്പൊ കുമ്മായി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വേണം നമുക്ക് വളങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ എല്ലാ തൈകൾക്കും അതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിങ്ങനെ വർഷം മുഴുവൻ നമുക്ക് നാരങ്ങ കിട്ടിക്കൊണ്ടിരിക്കും. കണ്ട നമുക്ക് ഇതേപോലെ എപ്പോഴും നമുക്ക് ഇപ്പൊ ഇതൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് വന്ന് നാരങ്ങ പൊട്ടിച്ചെടുക്കാം. ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര മണമാണ് ഈ നാരങ്ങക്ക്. നമുക്ക് ഈ നാരകത്തിന്റെ അടുത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര. പിന്നെ ചമ്മന്തി അരക്കാം. ഇതിന്റെ ഇലകൾ ഉപയോഗിച്ച് നമുക്ക് ചമ്മന്തിയൊക്കെ അരക്കാൻ നല്ലതാണ്. അപ്പൊ ഇതിന്റെ എളുപ്പം ഇലകൾ നമുക്ക് ചമ്മന്തിയിലൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ചമ്മന്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് സീഡ്ലെസ് ലെമൺ ഒന്ന് മുറിച്ച് നോക്കാം. കണ്ട ഭയങ്കര ജ്യൂസിയാണ്. ഒരു കുരു ഒന്നും ഉണ്ടാവൂല. കണ്ട ഭയങ്കര പുളിയുമാണ്. നമുക്ക് ഒരു പീസൊക്കെ മതി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട്. അപ്പൊ ഇതേപോലത്തെ സീഡ്ലെസ് ലെമൺ പോലത്തെ നാരകമൊക്കെ നമ്മ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. നമുക്ക് യാതൊരു പരിചരണങ്ങളും വേണ്ട. കാരണം ഇതിന് കീടങ്ങളുടെ ശല്യമൊന്നും അങ്ങനെ ഉണ്ടാവൂല. പിന്നെ നമുക്ക് വീട്ടിൽ എന്ത് അത്യാവശ്യമുള്ളതാണ് നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നാരങ്ങ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കണതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. അപ്പൊ എല്ലാവരും സീഡ്ലെസ് ലെമന്റെ തൈയൊക്കെ മേടിച്ച് നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.